ഞാൻ എറണാകുളത്ത് വന്നു. ഓരോ സ്ത്രീകളിങ്ങനെ അഭിപ്രായം പറഞ്ഞു കേട്ടപ്പം കുറെ നാളുണ്ട് ഞാനും വിചാരിക്കുന്നു രാഹുലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണമെന്ന്. പറയാലോ, രാഹുലിനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന, രാഹുൽ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഉറക്കം വരാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഈ യൂട്യൂബ് തുറന്നാൽ ഞാൻ രാഹുലിന്റെ വിവരങ്ങൾ ഉണ്ടെങ്കിലും മാത്രമേ സാധാരണ അധികം കാണൂ. ബാക്കിയൊക്കെ പിന്നെ കാണൂ. രാഹുലിനെ വിഷമിപ്പിക്കുന്ന ഒന്നും വന്നാൽ ഞാനത് കാണൂല, കാണാതെ വിട്ടുകളയും. എന്തോ എനിക്കറിയില്ല, എനിക്ക് എന്റെ മോന്റെ അത്ര പ്രായമേ ഉള്ളൂ ആ കുട്ടിക്ക്. ഈ ഇതിനെ ശരിക്കും എനിക്ക് തോന്നുന്നത് പാർട്ടിക്കാർ തന്നെ പുറകിൽ നിന്ന് കുത്തുന്നതായിരുന്നു. അവനൊരു നല്ല പയ്യൻ, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നല്ല വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, എന്ത് കാര്യത്തിനെ കുറിച്ചും കർക്കശമായിട്ട് പറയാനും അത് സമർത്ഥിക്കാനും ഉള്ള കഴിവുണ്ട് രാഹുലിന്. അതൊന്ന് ഇവർക്ക് സഹിക്കുന്നുണ്ട്. ഇനിയിപ്പോ അതെങ്ങാനും ഉയർന്നു വന്ന് നല്ലൊരു നിലയിൽ എത്തിപ്പോയെങ്കിലോ ഇവരുടെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് വിചാരിച്ച് പുറകിൽ നിന്ന് കുത്തുന്നതാണോ എന്ന്, അതാണ് എന്റെ ഒരു സംശയം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. ഓരോരോ മുന്നണികളും ഏതേത് ഇടങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ള അതിനിർണായകമായ ചർച്ചയിൽ മുഴുകിയിരിക്കുന്നു. പലയിടങ്ങളിലും ചില സ്ഥാനാർത്ഥികൾ തങ്ങളായിരിക്കും എന്നുള്ള ഊഹാപോഹത്തോടുകൂടി പലരും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ അതിസങ്കീർണമായ രാഷ്ട്രീയ ധ്രുവീകരണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, UDF വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒറ്റക്കെട്ടായി UDFും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മത്സരിക്കണം എന്ന പൊതുവികാരം ഉയർന്നു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ തേൻകണികളിൽ ഒന്നൊന്നായി രാഹുൽ മാങ്കൂട്ടത്തിന് കോടതികളിൽ നിന്ന് ജാമ്യം കിട്ടുന്നു. ഇനി ഇത്തരം കേസുകളുമായി കോടതിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതിജീവിതമാർ എന്ന് പറഞ്ഞ് അഭ്യാസം കാണിച്ച് എത്തുന്ന ആളുകളെ സുപ്രീം കോടതി വടിയെടുത്ത് ഓടിക്കും എന്നുള്ള ഒരു ഉത്തരവ് വരെ നിലവിൽ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് രാഹുലിനെതിരെ പടയൊരുക്കങ്ങളായി എത്തിയ അതിജീവിതമാരും അവരുടെ പിന്നാമ്പുറ നായകന്മാരുമെല്ലാം തിരശ്ശീലയ്ക്ക് പിറകിലേക്ക് ഒളിച്ചിരിക്കുന്നു. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിന് ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒരക്ഷരം പോലും ഇപ്പോൾ മിണ്ടുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് തന്നെ മത്സരിക്കണം എന്നാണ് പൊതുജനങ്ങളുടെ വികാരം. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒരു മാധ്യമം നൽകിയ സർവേയിലാണ് പൊതുജനങ്ങൾ, അതായത് ആബാലവൃദ്ധ ജനങ്ങൾ, അതിൽ കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ വോട്ടവകാശമുള്ള ആളുകളുണ്ട്, വോട്ടവകാശം ഇല്ലാത്ത ആളുകളുണ്ട്, അമ്മമാരുണ്ട്, വൃദ്ധരുണ്ട്, നാനാവിധ ജാതി മതസ്ഥരും നാനാവിധത്തിലുള്ള പ്രായത്തിലുള്ള ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണം എന്ന ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് ആ മാധ്യമം നൽകിയ സർവേയിൽ എടുത്തു പറഞ്ഞത്. കോൺഗ്രസിനകത്തെ അന്തഃഛിദ്രങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ചില അണിയറ പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് പോലും പലരും പറയുന്നു. വളർന്നു വരുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരുപക്ഷെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ഉയർത്തി കാണിക്കാൻ തക്ക കഴിവും ആർജവവും വിദ്യാഭ്യാസവും തന്റെ ഇടവും ഉള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ തലമുതിർന്ന അല്ലെങ്കിൽ തലതൊട്ടപ്പന്മാർ എന്ന് പറയുന്ന ചില ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെ ആക്കുന്നതിന് വേണ്ടിയാണ് ചില തേൻകണികൾ ഒക്കെ ഒരുക്കിയത് എന്നാണ് ഇപ്പോൾ ജനസംസാരം. അതെന്ത് തന്നെയായാലും അത്തരം തേങ്കണികളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അതിജീവിതൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. നശിപ്പിക്കാൻ നാലുപാട് നിന്നും പലരും പല പണികൾ ചെയ്തിട്ടും പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നും തപസ് ചെയ്ത് സംശുദ്ധി വീണ്ടെടുത്ത ആളെ പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും പാലക്കാട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം നൽകണം എന്നാണ് പല ആളുകളും ഈ സർവേയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയോ UDF രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചോ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ മിണ്ടുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തില്ല എന്ന് തന്നെ കാരണം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണയോടുകൂടി കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും ഈ 140 മണ്ഡലത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് പലപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് തനിക്ക് യാതൊരു ഭാവിയും വേണ്ട, അധികാരമോഹങ്ങളും ഇല്ല,
സ്ഥാനമാനങ്ങളും വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നറിയുന്നു. എന്നാൽ ഒരു മാധ്യമം നടത്തിയ സർവേയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ വികാരമാണ്, ഈ നാടിന്റെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ ആവശ്യമാണ്, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ആവശ്യമാണ്, രാഷ്ട്രീയ അവബോധമുള്ള രാഷ്ട്രസ്നേഹമുള്ള ആളുകൾ, ഇതുപോലുള്ള ചെറുപ്പക്കാർ വളർന്നു വരണം എന്ന് തന്നെയാണ് ഒരു മാധ്യമം നടത്തിയ സർവേയിൽ പങ്കെടുത്തുകൊണ്ട് പൊതുജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പൊതുജനം സംസാരിച്ചതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ എറണാകുളത്ത് വന്നു. ഓരോ സ്ത്രീകൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു കേട്ടപ്പോൾ കുറെ നാളുണ്ട് ഞാനും വിചാരിക്കുന്നു രാഹുലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണമെന്ന്. പറയാലോ, രാഹുലിനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന, രാഹുൽ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഉറക്കം വരാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഈ യൂട്യൂബ് തുറന്നാൽ ഞാൻ രാഹുലിന്റെ വിവരങ്ങൾ ഉണ്ടെങ്കിലും മാത്രമേ സാധാരണ അധികം കാണൂ, ബാക്കിയൊക്കെ പിന്നെ കാണൂ. രാഹുലിനെ വിഷമിപ്പിക്കുന്ന ഒന്നും പറഞ്ഞാൽ ഞാനത് കാണൂല, കാണാതെ വിട്ടുകളയും. എന്തോ എനിക്കറിയില്ല, എന്റെ മോന്റെ അത്ര പ്രായമേ ഉള്ളൂ ആ കുട്ടിക്ക്. ഇതിനെ ശരിക്കും എനിക്ക് തോന്നുന്നത് പാർട്ടിക്കാർ തന്നെ പുറകിൽ നിന്ന് കുത്തുന്നതായിരുന്നു. അവനൊരു നല്ല പയ്യൻ, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നല്ല വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, എന്ത് കാര്യത്തിനെ കുറിച്ചും കർക്കശമായിട്ട് പറയാനും അത് സമർത്ഥിക്കാനും ഉള്ള കഴിവുണ്ട് രാഹുലിന്. അതൊന്ന് ഇവർക്ക് സഹിക്കുന്നുണ്ട്. ഇനിയിപ്പോ അതെങ്ങാനും ഉയർന്നു വന്ന് നല്ലൊരു നിലയിൽ എത്തിപ്പോയെങ്കിലോ ഇവരുടെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് വിചാരിച്ച് പുറകിൽ നിന്ന് കുത്തുന്നതാണോ എന്ന്, അതാണ് എന്റെ ഒരു സംശയം. എനിക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെക്കാളും അതിനെ ദ്രോഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണെന്നാണ്. അത് നേതാക്കന്മാര് മുമ്പിൽ നിൽക്കുന്നവര്, മുഖ്യമന്ത്രി കസേര 2-3 പേരൊക്കെ നിൽക്കുന്നില്ലേ, അവർക്കൊക്കെ ആകാമല്ലോ. പിന്നെ ഇനിയിപ്പം നന്നായി ജയിച്ചു മിടുക്കനായി വന്നാല് ഒരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയെന്നിരിക്കും. അപ്പൊ അവർക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. പിന്നെ മറ്റുള്ളവർക്ക്, ചാനലുകാർക്ക് അവർക്ക് വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടെ ചെയ്യുന്ന ഈ പെണ്ണുങ്ങളെയൊക്കെ എന്താ ചെയ്യണ്ടേ? ഏതെങ്കിലും ഒരുത്തൻ വിളിച്ചാല് അവന്റെ പുറകെ അങ്ങ് പോവുക. നമുക്ക് ഒരു മനുഷ്യനോട്, ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ, വെറുതെ സംസാരിക്കുമ്പോൾ നമുക്കറിയില്ലേ ഒരു ദുരർത്ഥമായിട്ടോ ഒരു എന്തെങ്കിലും മോശമായ ഒരു ഉദ്ദേശത്തോടെയാ സംസാരിക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? ഒന്നാതെ കല്യാണം കഴിച്ച മക്കളുള്ള പെണ്ണുങ്ങളല്ലേ ഇവളുമാരൊക്കെ. ഇനി എന്തും വിചാരിച്ചിട്ടാ ഇവളുമാര് പോയത്? ഇനിയൊരു കല്യാണം കഴിച്ചോളൂ വന്നോ? അവരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാവുന്നോ? എന്താ ധാരണ? എന്നിട്ട് അവരെ അവധി ജീവിത എന്തൊക്കെയാ അവർക്ക് കൊടുത്തേക്കുന്ന പേരുകള് ഒന്നും പറയാൻ ആക്ക് വഴങ്ങുന്നില്ല. അത്രയ്ക്കും മോശം. സങ്കടമുണ്ട് മോനെ ശരിക്കും. രാഹുൽ മത്സരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പാലക്കാട് തന്നെ മത്സരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും രാഹുൽ വിജയിക്കും, നല്ലൊരു നിലയിൽ എത്തട്ടെ കുട്ടി. അതിന്റെ അമ്മയുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേർന്നു. കാരണം ഞാനൊരു മുത്തശ്ശിയാ, അമ്മയല്ല മുത്തശ്ശിയാ ഞാൻ. എന്റെ കൊച്ചുമോന്റെ പ്രായമേ ഉള്ളൂ അതിനെ. ഞാൻ തൃശ്ശൂരിന്നാ വിളിക്കണേ. പേര് സാറിനെ കൂടെ പിടിച്ച് ഉള്ളിലിടാനുള്ള പരിപാടിയാണോ? അത് പരമാവധി നോക്കി അതെല്ലാം പൊളിഞ്ഞു അല്ലേ? മറ്റവനെ കൊടുക്കാൻ നോക്കി അതും പൊളിഞ്ഞു. ഇവന്റെ ദണ്ഡിയാത്ര തുടങ്ങിയിട്ടുണ്ടല്ലോ, തെണ്ടികളെല്ലാം കൂടെ കൂടിയുള്ള ദണ്ഡിയാത്ര. ഇതിന് കൊടുക്കാവുന്ന പേരെന്തോ പറ്റിയത് ഇവന്മാരുടെ യാത്രക്ക്? ഇവന്മാരുടെ പറഞ്ഞ കൂടിപ്പോവും. എന്നതൊക്കെ ഓരപ്പന്മാരെല്ലാം കൂടെ കാണിച്ചു കൂട്ടണ ഓരോ പരിപാടി. ഭയങ്കര കഷ്ടം തന്നെയാട്ടോ. അന്ന് ഇതിപ്പോ ഈ കോടതി വരെ അവന്റെ കേസില് അവനൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഉമ്മാർക്ക് ഒരു വാക്ക് സംസാരിക്കാൻ ഉമ്മാർക്ക് നേരം കിട്ടിയിട്ടില്ല. നേരെ 10 കൊല്ലം അവസരം കിട്ടിയിട്ടും ഒരു നാവനക്കാത്ത യുവമാരാണ് ഇനിയും. എന്നെ മാഷെ, അല്ലാതെ എന്തേലും കാര്യങ്ങളാണ് ഇവർക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ ഒരു കാര്യം ഇവർക്ക് ചർച്ച ചെയ്യണ്ട. മറ്റോ ഒപ്പത്തി നാരക്കിട്ടൊക്കെ തൊഴിക്കാൻ പറ്റുമോ? എല്ലാത്തിൻ്റെ കാലും മടക്കി തൊഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഇവരെയൊക്കെ എങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ജയിപ്പിച്ചു വിട്ടു? ഈ ജയിപ്പിച്ചു വിട്ട നമ്മുടെ തൊലി ഉരിഞ്ഞു പോവുക. എന്താ അക്രമം ഇവർ കാണിച്ചിരിക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ എങ്ങനെയാണെന്നുള്ളത് പോലും അറിയില്ല. ഇതൊക്കെ ആ കപ്പലിൽ പോയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാം. നമുക്ക് വേണ്ട ഒരു കാര്യം പോലും ഇവർക്ക് സംസാരിക്കാനോ എടുക്കാനോ നേരം കിട്ടുന്നില്ല. ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കും.
അത് പാലക്കാട് കണ്ടില്ലേ ഈ ജനങ്ങള് ഇവൻ എന്ത് ചെയ്തു ഇവന് ഒരു കൂട്ടം ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടികൾ ഉണ്ടാക്കി വെച്ച പണിയല്ലേ. അതിനിപ്പം മര്യാദക്ക് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോ തന്നെ എല്ലാത്തിന്റെ തൊലി ഇല്ലാൻ തുടങ്ങിയില്ല. ഇപ്പൊ ആന്റണിക്കെതിരെ മറ്റേ 2 കോടിയുടെ ഇത് വന്നിരിക്കുന്നേ എന്നെ അങ്ങോട്ട് പുറത്താക്കാനുള്ള കാണിക്കാത്ത ഇവന്റെ പേരിൽ പുനർജനി കേസ് വന്നു. ഇതിനെന്താ മാറിയിക്കാത്ത? ഈ കേസ് വരുമ്പോ മാറിയിക്കാൻ ഈ കേക്കച്ചനും ടീമിനും എല്ലാം ബാധകമല്ലേ ഇത്? എന്നിട്ട് അവര് ആദർശം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ പറയുന്നത് അവൻ പാലക്കാട് കട്ടയ്ക്ക് നിൽക്കണവൻ, അതിന് സീറ്റ് കൊടുക്കില്ല നിൽക്കണേ.